وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله. സ്നേഹ സമ്പന്നരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി തന്നെ ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ രാത്രി സമയങ്ങളെ ഉറക്കൊഴിച്ചുകൊണ്ട് ഇബാദത്തിനു വേണ്ടി ചെലവഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ള നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ, നമ്മുടെ തീരുമാനങ്ങൾ എല്ലാം അല്ലാഹു പരലോകത്ത് വലിയൊരു മുതൽക്കൂട്ടാക്കി വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ വിലപ്പെട്ട ചില സംഭവങ്ങളെയാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. നോമ്പിൻ്റെയും ഇബാദത്തിൻ്റെയും ഒക്കെ ക്ഷീണം നമ്മുടെ മുഖത്തും ശരീരത്തിലും ഉണ്ട് എന്ന വിശ്വാസത്തോടു കൂടി, എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമെന്ന പൂർണ്ണ ഉറപ്പോടുകൂടി ശ്രദ്ധേയമായി നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരേണ്ട ചില ഹദീസുകളിലേക്കാണ് ശ്രദ്ധ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യന്മാർ പരസ്പരം സ്നേഹിക്കാറുണ്ട്. ഹറാമായ സ്നേഹമുണ്ട്, പുണ്യം ലഭിക്കുന്ന സ്നേഹവുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരുടെ പരസ്പര സ്നേഹബന്ധങ്ങളിൽ കാപട്യത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളെ നമുക്ക് ഭൂമിയിൽ കാണാം. എന്തെങ്കിലുമൊക്കെ ഭൗതികമായ ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് പരസ്പരം ഇഷ്ടപ്പെടുന്നവർ, ഇഷ്ടം പ്രകടിപ്പിക്കാൻ അയാളുടെ കൽബിലുള്ള ലക്ഷ്യം ഭൗതികമാണ്. ദുനിയാവിൽ എന്തെങ്കിലും ഒരു ലാഭം കണ്ടിട്ട് ഒരു കച്ചവടക്കണ്ണോടുകൂടി ആളുകളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ അയൽവാസികൾ പരസ്പരം സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അയൽപ്പക്ക ബന്ധത്തിൽ സ്നേഹം നിലനിർത്തി കൊണ്ടുപോകുന്നവർ, സുഹൃത്ത് ബന്ധങ്ങളിലെ സ്നേഹങ്ങൾ നമുക്ക് കാണാം. ആദർശത്തിൻ്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്നവരെ നമുക്ക് കാണാം. ഇങ്ങനെ ഏത് അർത്ഥത്തിൽ വാപ്പയും മക്കളും തമ്മിലുള്ള സ്നേഹം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം, മാതാപിതാക്കളെ മക്കൾ സ്നേഹിക്കുന്നത്, ഇങ്ങനെ വ്യത്യസ്തമായ സ്നേഹങ്ങൾ നമ്മുടെ നാടുകളിൽ നമ്മൾ കാണാറുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സ്നേഹങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടിയാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം.
അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ ഇഷ്ടപ്പെട്ടാൽ, ഒരാൾ സ്നേഹിച്ചാൽ അവൻ്റെ സ്ഥാനം അള്ളാഹുവിൻ്റെ അടുക്കൽ എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്ന ഹദീസുകൾ നമുക്ക് കാണാം. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖലല്ലാഹു അസ്സ വജല്ല, അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വജബത്ത് മുഹബ്ബത്തി, എൻ്റെ മുഹബ്ബത്ത്, അതായത് അള്ളാഹുവിൻ്റെ ഇഷ്ടം അനിവാര്യമായിരിക്കുന്നു. ആരിൽ? ലിൽ മുതഹബ്ബീന ഫിയ, അള്ളാഹ്ക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരെ, അവരെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിർബന്ധമായൊരു കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു പറഞ്ഞതായി ഒരു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച, അല്ലെങ്കിൽ അള്ളാഹു പഠിപ്പിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഖുദ്സിയായ ഹദീസാണ്. ചില ആളുകളോട് അള്ളാഹുവിൻ്റെ ഇഷ്ടം ചില ആളുകളുടെ മേൽ അനിവാര്യമായിരിക്കുന്നു. അവരുടെ പ്രത്യേകതയിൽ ഒന്ന് ലിൽ മുതഹബ്ബീന ഫിയ, അവർ പരസ്പരം അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിച്ചവരാണ്. വലിൽ മുതജാലിസീന ഫിയ, അള്ളാന്റെ മാർഗത്തിൽ ഒരുമിച്ചിരുന്നവരാണ്. അവർ ഒരുമിച്ച് കൂടിയത് എന്തിനാണ്? അള്ളാന്റെ മാർഗത്തിലാണ്. സ്നേഹിച്ചത് എന്തിനാണ്? അള്ളാന്റെ മാർഗത്തിലാണ്. വലിൽ മുതസാവിരീന ഫിയ, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സന്ദർശിക്കുന്ന ആളുകളാണ്. ഒന്ന് കാണാനില്ലെങ്കിൽ ഒന്ന് വീട് വരെ പോയി നോക്കാൻ, അല്ലെങ്കിൽ ഏത് ദിക്കിലാണെങ്കിലും ദൂരപ്രദേശത്താണെങ്കിലും ഒന്ന് പരസ്പരം സന്ദർശിക്കാനൊക്കെ മനസ്സ് കാണിക്കുന്ന ആ മനസ്സ് അയാൾക്കുണ്ടാവാനുള്ള കാരണം അത് അള്ളാന്റെ മാർഗത്തിലാണെങ്കിൽ, അതേപോലെ തന്നെ വലിൽ മുതബാദിലീന ഫിയ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം ചിലവഴിക്കുകയും ചെയ്ത ആളുകൾ, പരസ്പരം സാമ്പത്തികമായ സമ്പത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്, സാമ്പത്തികമായ സഹായങ്ങൾ നൽകുന്നത്, ഇതൊക്കെ അള്ളാന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് ഈ സന്ദർശനങ്ങളും ഈ ഒരുമിച്ചിരിക്കലും ഈ പിന്നെ പരസ്പരം ചെലവഴിക്കുന്നതും എല്ലാം നടക്കുന്നതെങ്കിൽ അവരെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയായി എന്നാണ്. അള്ളാഹു അവരെ ഇഷ്ടപ്പെടൽ അള്ളാഹ്ക്ക് ബാധ്യതയായിട്ടുണ്ട് എന്ന് അള്ളാഹു തന്നെ പഠിപ്പിക്കുന്നതായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുകയാണ്. നോക്കി നിങ്ങൾ, പടച്ച റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടും എങ്ങനെയായാൽ? പരസ്പരം വിശ്വാസികൾ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ചാൽ. വെറുപ്പിനോട് ഇസ്ലാം ഒരിക്കലും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണില്ല. ഒരാളെ വെറുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ വെറുക്കാനുള്ള ഒരു മാർഗം അള്ളാന്റെ ദീന് പഠിപ്പിച്ചിരുന്നില്ല. ചില പ്രവർത്തനങ്ങളെ വെറുക്കാം. എൻ്റെ അടുത്തൊരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിനെ ഇന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയാണെങ്കിൽ അയാൾ ചെയ്യുന്ന ആ പ്രവർത്തനത്തെ വെറുക്കാം. പക്ഷെ ഇന്ന് മനുഷ്യന്മാർക്കിടയിലുള്ള വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പകയായി ചില വെറുപ്പുകൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. കുടുംബത്തിലായാലും നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലായാലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായാലും നമ്മുടെ വീടുകളിൽ സ്വന്തം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പോലും ഈ ഒരു പ്രശ്നം നിരന്തരം ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടാൽ അവരുടെ സ്ഥാനം അള്ളാഹു അവരെ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഹദീസ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലയബ്അസന്നല്ലാഹു അഖ്വാമൻ യൗമൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗം ആളുകളെ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും. ശരിക്കും ശ്രദ്ധിക്കണേ, ചില ആളുകൾ അല്ലാഹു പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. അവരുടെ പ്രത്യേകത എന്താണ്? ഫീ വുജൂഹിഹിമുൻ നൂർ, അവരുടെ മുഖങ്ങൾ പ്രകാശിക്കും, പ്രകാശമുണ്ട്, തെളിച്ചമുള്ള പ്രകാശിക്കുന്ന മുഖങ്ങളാണ് അവരുടെ മുഖം. മാത്രമല്ല അലാ മനാബിരിൽ ലുഅ്ലു, മുത്തുകൾ കൊണ്ടുള്ള മിമ്പറുകളിലായിരിക്കും നാളെ പരലോകത്തവർ. മുത്തുകൾ കൊണ്ടുള്ള മിമ്പറുകളാണ് അവരുടെ സ്ഥാനമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യഗ്ബിതുഹുമുൻ നാർ യഗ്ബിതുഹുമുൻ നാസ്,
ജനങ്ങൾ അവരിലേക്ക് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ അടുക്കലേക്ക് ആളുകൾ അടുത്തു വരും, അകന്നു പോവല്ല. ആളുകൾ അവരുടെ അടുക്കലേക്ക്, നാളെ പരലോകത്ത് അവരുടെ അടുക്കലേക്ക് ആളുകൾ കടന്നു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൈസൂ ബി അംബിയാ വശുഹദാ, അവർ അമ്പിയാക്കന്മാരും ശുഹദാക്കളൊന്നുമല്ല. അമ്പിയാക്കന്മാരായി ശുഹദാക്കളായി എന്നതിൻ്റെ പേരിലല്ല അവരുടെ അടുക്കലേക്ക് ആളുകൾ അവരുടെ അടുക്കലേക്ക് വന്ന് അവരുടെ ചുറ്റിലും ഇരിക്കുന്നത്. എന്തേ അവരിലേക്ക് ആളുകൾ ആഗ്രഹം ജനിച്ചുകൊണ്ട് ആളുകൾ അവരിലേക്ക് വരാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫജസാ അഅറാബിയു, ഈ സംസാരം കേൾക്കുന്ന, റസൂലിൽ നിന്ന് ഈ വാക്ക് കേൾക്കുന്ന ഒരു അറാബി എഴുന്നേറ്റ് മുട്ടുംകാലിൽ അലാ റുക്ബതൈഹി, രണ്ട് മുട്ടുംകാലും ഇങ്ങനെ കുത്തി നിന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഫഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ജല്ലിഹിം ലനാ നഅരിഫുഹും, അവരാരാണ്, അവരെ തിരിച്ചറിയാനുള്ള മാർഗം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? നാളെ പരലോകത്ത് സ്വർഗത്തിൽ മുത്തുകൾ കൊണ്ടുള്ള മിമ്പറുകളിൽ ഇരിക്കുന്ന ഇവരുടെ സ്ഥാനം ഈ സ്വർഗത്തിലെ മിമ്പറുകളിലാണെങ്കിൽ അവരുടെ മുഖം പ്രകാശിക്കുന്ന സൂര്യപ്രകാശത്തിനു സമാനമായി വെട്ടിത്തിളങ്ങുന്ന മുഖമാണ് അവരുടെ മുഖമെങ്കിൽ ഈ ദറജ അവർക്ക് ലഭിക്കാനുള്ള പിന്നെ ജനങ്ങൾ അവരിലേക്ക് ആഗ്രഹം ജനിച്ചു വരാൻ കാരണമായ അത്തരം ഒരു ഉന്നതങ്ങളിലേക്ക് അവർ എത്തിപ്പെടാൻ കാരണമായത് എന്താണ് റസൂലേ? ആ കാരണം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ഞങ്ങൾക്കും അതുപോലെ ആകാലോ. ഒരു അറാബിയായ ഒരു വ്യക്തി റസൂലുള്ളാഹിനോട് ചോദിക്കണം, രണ്ട് മുട്ടുംകാലിലും മൂന്നി നിന്നുകൊണ്ട്. ഫഖാല, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഹുമുൽ മുതഹാബ്ബൂന ഫില്ലാഹ്, അവരുടെ പ്രത്യേകത എന്നുള്ളത് ദുനിയാവിൽ ജീവിച്ചപ്പോൾ അവർ അള്ളാഹിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവരാണ്. നോക്കിങ്ങൾ, സ്നേഹം പരസ്പരം അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുക എന്നുള്ളത് അള്ളാഹിൻ്റെ അടുക്കൽ കൂലി കിട്ടുന്നൊരു ഇബാദത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുന്നത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് കാണാം. ഖാലഹുമുൽ മുതഹാബ്ബൂന ഫില്ലാഹ്, റസൂലുള്ളാഹി പറഞ്ഞവർ പരസ്പരം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ടവരാണ്. മാത്രമല്ല, മിൻ ഖബായിലിൻ ശത്താ വബിലാദിൻ ശത്താ, അവർ ഒരു ദേശക്കാരോ ഒരു ഗോത്രക്കാരോ അല്ല, വ്യത്യസ്ത ഗോത്രക്കാരാണവർ, വ്യത്യസ്ത ദേശങ്ങളിൽ താമസിക്കുന്നവരാണവർ. അവരല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ടവരാണ്. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യജ്തമിഊന അലാ ദിക്രില്ലാഹി യദ്കുറൂനഹു, അവർ പരസ്പരം കണ്ടുമുട്ടാറുണ്ട്, ഒരുമിച്ചിരിക്കാറുണ്ട്. ആ ഒരുമിച്ചിരിക്കുന്നത് അലാ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കാൻ വേണ്ടി അള്ളാഹിന്റെ ദീനിന്റെ സദസ്സുകളിൽ അവർ ഒരുമിച്ച് വന്നിരിക്കാറുണ്ട്. ഒരു കുടുംബത്തിലെ ആളുകളല്ല, വ്യത്യസ്ത കുടുംബക്കാരാണ്, വ്യത്യസ്ത ഗോത്രക്കാരാണവർ, വ്യത്യസ്ത ദേശക്കാരാണവർ. അവർ പരസ്പരം ഒരുമിച്ചിരിക്കുന്നത് അലാ ദിക്രില്ലാഹി യദ്കുറൂനഹു, അള്ളാഹ്ക്ക് വേണ്ടി അവർ ഇഷ്ടപ്പെട്ടതും അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ച ആളുകൾ ഒരുമിച്ച് കൂടാറുണ്ട്. അവർ ഒരുമിച്ച് കൂടുന്നത് അള്ളാഹുവിനെ ഓർക്കുന്ന സദസ്സുകളിലായിരിക്കും. അള്ളാഹിനെ ഓർക്കുന്ന കേന്ദ്രങ്ങളിൽ അവർ ഒരുമിച്ച് കൂടുന്നതാണ്. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗത്തിൽ അള്ളാഹു മുത്തുകൾ കൊണ്ടുള്ള മിമ്പറുകൾ നൽകുന്നതാണ്. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ ഒരു സ്ഥാനത്തേക്ക് നമ്മുടെ മനസ്സ് ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ഗൗരവമായി ചിന്തിക്കുക. മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു വ്യക്തിയെക്കുറിച്ച് പക, വെറുപ്പ് ഒക്കെ മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ തിരുത്താൻ ഈ ഹദീസുകൾ ഉപകരിക്കും, നന്നാവാൻ ഈ ഹദീസ് ഉപകരിക്കും. ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നു, രാത്രി ഉറക്കൊഴിച്ച് എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നു. മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കുത്തലിങ്ങനെ കിടന്നിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണതെങ്കിൽ എന്താ കാര്യം? സ്വന്തം സഹോദരനെ, ആദർശ ബന്ധുവായി കൂടെയുള്ള സഹോദരനോട് വെറുപ്പ് കാണിച്ചിട്ട് നമ്മുടെ ഇബാദത്തിന് എന്ത് വിലയുണ്ട്? അള്ളാഹിൻ്റെ അടുക്കൽ എന്ത് വിലയുള്ളത്? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുക. നിരത്തി ഒന്ന് ആദ്യം മുതൽ അവസാനം വരെ ഒന്നാണ് പരിശോധിക്കുക. കൽബിനൊന്നാണ് നന്നാക്കുക. മനസ്സ് നന്നാവാതെ ഒരിക്കലും
ഒരിക്കലും മനസ്സ് നന്നാവാതെ ശരീരം നന്നാവില്ല. നല്ല കുപ്പായം തേച്ച് മിനുക്കി, വടിപോലെ തേച്ച് മിനുക്കി കുപ്പായിട്ട്, നല്ല വസ്ത്രം ധരിച്ച്, നല്ല വാഹനമുണ്ട്, നല്ല ജീവിത സൗകര്യമുണ്ട്, ആളുകൾ ഇങ്ങനെ കണ്ടാൽ അംഗീകരിക്കുന്ന രൂപത്തിലുള്ളൊരു ജീവിതമാണെങ്കിൽ ആ ജീവിതം കൊണ്ട് കാര്യമല്ല. റസൂലുള്ള പറഞ്ഞ ഖൽബ് നന്നാവണമെന്ന്. അലാ വഇന്ന ഫിൽ ജസദി മുദ്അ, മനുഷ്യൻ്റെ ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് കേടുവന്നാലോ ശരീരം മുഴുവനും കേടുവന്നു. അലാ, നിങ്ങൾ അറിയണം, വഹിയൽ ഖൽബ്, അതാണ് നിങ്ങളുടെ ഹൃദയം. ഹൃദയം നന്നാക്കാതെ നല്ല കുപ്പായിട്ടിട്ട് ഒരു കാര്യമില്ല. ശരീരം നന്നായിട്ടില്ല. ശരീരം നന്നായതിൻ്റെ അടയാളം നമ്മുടെ ഖൽബ് നന്നാക്കലാണ്, ഖൽബിനെ ശുദ്ധീകരിക്കലാണ്. അങ്ങനെ ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ കൂടെ, നമ്മുടെ സൊഫിൽ നിന്ന് നമ്മുടെ കൂടെ നിസ്കരിക്കുന്ന നമ്മുടെ സഹോദരനോട്, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുടുംബങ്ങളോട് നമുക്ക് എന്തുണ്ടാവും? ആദർശത്തിൻ്റെ പേരിൽ സ്നേഹിക്കാൻ, അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിക്കും. ഇനി നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ചവർ പരലോകത്ത് വരുമ്പോൾ അവർക്ക് അള്ളാഹു അർശിൻ്റെ തണൽ നൽകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ് കാണാം. ഇന്നല്ലാഹ യഖൂലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, നിശ്ചയമായും ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയും. എന്താ വിളിക്കുക? ഐനൽ മുതഹാബ്ബൂന ബിജലാലി, എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരെവിടെ പോയി? അൽ യൗമ യൗമ ഉദില്ലുഹും അല്ലാഹു ഉദില്ലുഹും ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലി. എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചവർ, അവർക്ക് എന്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ദിവസം എന്റെ തണലിനെ നാം അവർക്ക് നൽകുന്നതാണ്. അല്ലാഹ് വിളിച്ചു ചോദിക്കാണ്, ഐനൽ മുതഹാബ്ബൂന ബിജലാലി, എന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവരെവിടെ? അവർക്ക് ഞാൻ തണൽ കൊടുക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കാൻ. അത് ഏത് ദിവസത്തിലാണ് ആ തണൽ കിട്ടുന്നത്? സൂര്യപ്രകാശത്തിന്റെ വെളിച്ചം തലക്ക് മുകളിൽ നിൽക്കുന്ന രംഗം അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. കഠിനമായ സൂര്യന്റെ ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അള്ളാഹിനോട് പറയുന്നതാണ്, പടച്ചോനെ ഇവിടുന്ന് ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട റബ്ബേ, എവിടെങ്കിലും ഒന്നെന്നെ എത്തിച്ചുകൊണ്ടാന്ന് പറയുമാറ് സൂര്യപ്രകാശത്തിന്റെ ആ ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ മനുഷ്യനോട് അള്ളാഹു ഈ വാചകം വിളിച്ചു പറയാനാണ്, ഐനൽ മുതഹാബ്ബൂന ബിജലാലി. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനത്തെ ദിവസം വന്ന് അർശിന്റെ തണൽ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? പരസ്പരം സ്നേഹിക്കണം. അള്ളാന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കണം. ആ സ്നേഹത്തിന് ഇസ്ലാമിൽ വലിയ വിലയുണ്ട്. മറ്റൊരു ഹദീസ് കാണാം, അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെ റസൂലുള്ള ഇങ്ങനെ എണ്ണിയൊരു ഹദീസ്. ആ ഹദീസ് ഇങ്ങനെ എണ്ണിപ്പോരുമ്പോൾ റസൂലുള്ള പറഞ്ഞു, റജുലാനി, 2 പുരുഷന്മാർ, 2 ആളുകൾ, തഹബ്ബാ ഫില്ലാഹ്, അവർ അള്ളാന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചു. ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, ഇജ്തമഅ അലൈഹി, അവർ അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിക്കുകയും അള്ളാഹ്ക്ക് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുകയും അള്ളാഹ്ക്ക് വേണ്ടി അള്ളാന്റെ മാർഗത്തിൽ ഒരുമിച്ചിരിക്കുകയും അള്ളാന്റെ മാർഗത്തിൽ തന്നെ പിരിഞ്ഞു പോവുകയും ചെയ്ത ആളുകളായിരിക്കും. അവർക്ക് അള്ളാഹുവിന്റെ അർശിന്റെ തണലുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. മറ്റൊരു ഹദീസ് പരലോകത്ത് അവരുടെ സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ഖാല അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, അൽ മുതഹാബ്ബൂന ഫില്ലാഹ് അൽ മുതഹാബ്ബൂന ഫീ ജലാലി. നോക്കൂ നിങ്ങൾ, എന്റെ മഹത്വത്തിൽ പരസ്പരം സ്നേഹിച്ചവർ, ലഹും മനാബിരി മിൻ നൂരി യഗ്ബിതുഹുമുൻ നബിയ്യൂന വശുഹദാ. ഇവിടെ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ മറ്റൊരു രൂപമാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അള്ളാന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവർ അവരെവിടെയെന്ന് അല്ലാഹു വിളിച്ചു ചോദിച്ചിട്ട്, ലഹും മനാബിർ, അവർക്ക് അല്ലാഹു മിമ്പറുകൾ നൽകും നാളെ സ്വർഗത്തിൽ. മിമ്പറുകൾ, മിന്നൂരിൻ, പ്രകാശത്തിന്റെ മിമ്പറുകളാണ് അവർക്ക് അല്ലാഹു നൽകുന്നത്. യഗ്ബിതുഹുമുൻ നബിയ്യൂന വശുഹദാ, ശുഹദാക്കളും നബിമാരും ആഗ്രഹം ജനിച്ചുകൊണ്ട് അവരുടെ അടുക്കലേക്ക് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനസ്സിന്റെ വൃത്തിയാണ്, മനസ്സിന്റെ വൃത്തിയാണ്. അള്ളാഹ്ക്ക് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസുകൾ. മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ,
വറജുലു യസൂറു അഖാഹു ഫി നാഹിയത്തിൽ മിസ്രി ലാ യറൗനഹു ഇല്ലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള ഒരു മനുഷ്യനെ യാത്ര ചെയ്തിട്ട് സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തിനാ പോയത്? ഇഷ്ടപ്പെട്ട അള്ളാന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി യാത്ര ചെയ്ത് സന്ദർശിക്കാൻ വേണ്ടി പോയി. അയാളുടെ സന്ദർശനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാത്രമാണ് എങ്കിൽ അള്ളാഹു അയാൾക്ക് സ്വർഗമാണ് നൽകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ വലിയ വിലയുള്ളൊരു സംഭവമാണെന്ത്? മനുഷ്യന്മാർ പരസ്പരം ഇഷ്ടപ്പെടുക, പരസ്പരം സ്നേഹിക്കുക, അത് അള്ളാന്റെ മാർഗത്തിലാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് കാണാം. മറ്റൊരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം, ഇദാ ആദർ റജുല അഖാഹു ഔ സാറഹു. ഇദാ ആദർ റജുൽ, ഒരു മനുഷ്യൻ തന്റെ സഹോദരനെ സന്ദർശിച്ചു, അഖാഹു സൗഹൃദ സന്ദർശനം നടത്തി, ഔസാറഹു അയാൾ സന്ദർശിക്കുന്നത് സൗഹൃദ സന്ദർശനമാണ്, അല്ലെങ്കിൽ രോഗിയായ സമയത്ത് കാണാൻ വേണ്ടി പോയി. രോഗം ബാധിച്ചിട്ട് സന്ദർശിക്കുന്നതിന് കൂലിയുണ്ടല്ലോ, ആ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടാണ് അയാൾ യാത്ര പോകുന്നത്. ആ മനുഷ്യനെ കാണാൻ വേണ്ടി പരസ്പരം രോഗിയായപ്പോ അന്വേഷിച്ച് കണ്ടെത്തി അയാൾ യാത്ര ചെയ്ത് അവിടെ എത്തുന്നത് അള്ളാന്റെ മാർഗത്തിലാണ്. ഖാലല്ലാഹു അസ്സ വജല്ല ലഹു, അയാളോട് അള്ളാഹു പറയും, നാളെ പരലോകത്ത് റബ്ബ് പറയുന്ന വാക്ക്, തിബ്ത വതാബ വമംശാക. തിബ്ത, നീ നല്ലത് ചെയ്തിരിക്കുന്നു, നിന്റെ നടത്തം നീ നന്നാക്കിയിരിക്കുന്നു, വതാബ മംശാക, നിന്റെ നടത്തത്തെ നീ നന്നാക്കിയിരിക്കുന്നു എന്നാണ്. നീ നല്ലത് ചെയ്തു, നല്ല പ്രവർത്തനമാണ് നീ ചെയ്തത്, നിന്റെ നടത്തം നീ നന്നാക്കിയിരിക്കുന്നു എന്നാണ്. യാത്ര നീ നന്നാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയില്ല, വതബവ്വഅത മൻസിലൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ നീ ഒരു വീടും കരസ്ഥമാക്കിയിരിക്കുന്നു. സ്വർഗത്തിൽ ഒരു വീട് കിട്ടും, ഒരു ഭവനം അള്ളാഹു നൽകും. ആർക്ക്? അള്ളാന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ച് സന്ദർശിച്ച്, ആ രോഗിയായി കിടന്നപ്പോഴോ അല്ലാതെയോ ഒക്കെ പരസ്പരം സന്ദർശിക്കുന്ന ആളുകൾ, പരസ്പരം സ്നേഹിച്ചവർക്ക് അള്ളാഹു ഈ സ്ഥാനം നൽകുന്നതാണ്. ഇത് കൂലി കിട്ടണ സ്നേഹമാണ്, ഇത് പ്രതിഫലം കിട്ടുന്ന സ്നേഹ. ഈ സ്നേഹം ഒരാളോട് നമുക്ക് തോന്നി, ദീനിന്റെ പേരിൽ ഒരാളെ നമുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മുടെ കൽബിൽ അനുഭവപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഇഷ്ടം അയാളോട് അറിയിക്കണം, പറയണം. ആ ഇഷ്ടം അയാളോട് പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് വിശദീകരിച്ചിരുന്ന ഹദീസുകൾ നമുക്ക് കാണാം. ഇദാ അഹബ്ബ റജുലു അഖാഹു, ഒരാൾ തൻ്റെ സഹോദരനെ സ്നേഹിച്ചിരിക്കുന്നു എങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? ഫൽയുഖ്തിറുഹു അന്നഹു യുഹിബ്ബുഹു, അവൻ പറയട്ടെ എന്നാണ്, അവരോട് സ്നേഹമുണ്ടെന്ന്, നിന്നോട് എനിക്ക് ഇഷ്ടമാണ്, അള്ളാന്റെ മാർഗത്തിൽ പടച്ച റബ്ബിനു വേണ്ടി ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് അയാൾ പറയട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരിക്കൽ അള്ളാന്റെ റസൂലിന്റെ സദസ്സിൽ സ്വഹാബികളൊക്കെ ഇരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ സ്വഹാബത്തിന് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു ചെറിയ മജ്‌ലിസാണ്. സ്വഹാബത്ത് പല സന്ദർഭത്തിലും റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ നടക്കുന്ന സ്വഹാബികളുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ് ദൂരെ കൂടെ. ആ റസൂലുള്ളാഹിന്റെ മുന്നിലൂടെ ഇരിക്കുന്ന സദസ്സിന്റെ മുന്നിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നുപോയി. ആ നടത്തം അങ്ങനെ നടക്കുന്ന ആ മനുഷ്യനെ കണ്ടിട്ട് റസൂലിന്റെ കൂടെ ഇരിക്കുന്ന സ്വഹാബികളിൽ ഒരു സ്വഹാബി പറഞ്ഞു, റസൂലെ, ആ പോകുന്ന മനുഷ്യൻ എനിക്കിഷ്ടമാണ്, ഞാൻ അള്ളാന്റെ മാർഗത്തിൽ അയാളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അള്ളാന്റെ ദീനിന് വേണ്ടി ഞാൻ ആ മനുഷ്യനെ സ്നേഹിക്കുന്നു, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ ആ മനുഷ്യനെ സ്നേഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ ഇഷ്ടം നീ അയാളോട് പറഞ്ഞോ? നിനക്കിഷ്ടമാണെന്ന് നീ ആ മനുഷ്യനോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹിനോട് ചിരിച്ചോണ്ട് പറഞ്ഞു, റസൂലെ, ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കങ്ങനെ പറയാൻ പറ്റിയിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോകുന്ന മനുഷ്യനെ നിർത്തിയിട്ട് ഇപ്പം തന്നെ പോയി പറഞ്ഞിട്ട് പോകാൻ. അങ്ങനെ റസൂലുള്ള പറഞ്ഞയച്ചു. എന്ത്? ഈ സ്നേഹം അറിയിക്കാൻ വേണ്ടി, സ്നേഹം അറിയിക്കാൻ വേണ്ടി റസൂൽ പറഞ്ഞേക്കാം. ഈ മനുഷ്യൻ എണീറ്റ് ഓടിച്ചെന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് വിളിച്ച് പറഞ്ഞിട്ട് ആ മനുഷ്യൻ, വല്ലാഹ്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നി ഉഹിബ്ബുക ഫില്ലാ, ഞാൻ നിങ്ങളെ അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു.
അല്ലേ? നമ്മളോടൊരാൾ വന്നിട്ട് ഇന്നി ഉഹിബ്ബുക ഫില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ തിരിച്ചു പറയാ? എന്താ പറയാ? എനിക്കും ഇഷ്ടമാണ്, ഞാൻ അന്യെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. നമ്മളെ നാട്ടിൽ പ്രേമം പറയണ പോലത്തെ പറച്ചിലല്ലത്. വല്ലാഹി ഇന്നി ഉഹിബ്ബുക ഫില്ലാ നമ്മൾ പറയണം എന്നാണ്. ഈ മനുഷ്യൻ മാതൃക കാണിച്ചു. തിരിച്ചെന്താ പറയണ്ടേന്ന്? അഹബ്ബക്കല്ലാഹ്, അല്ല നിന്നെയും ഇഷ്ടപ്പെടട്ടെ. നീ ആർക്കു വേണ്ടിയാണോ എന്നെ ഇഷ്ടപ്പെട്ടത് ആ റബ്ബ് നിന്നെയും ഇഷ്ടപ്പെടട്ടെ എന്ന് തിരിച്ചു പറയണം. നമ്മളോടൊരു മനുഷ്യൻ വന്ന് അങ്ങനെ പറഞ്ഞാൽ തിരിച്ചങ്ങനെ പറയണമെന്ന് ഈ മനുഷ്യൻ ജീവിതത്തിൽ നമുക്ക് മാതൃക കാണിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പാഠമാണ്. സഹോദരങ്ങളെ, ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. എന്തറിയോ? ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയൊരു എനർജി കിട്ടുന്നൊരു വാക്കാണ് വല്ലാഹി ഇന്നി ഉഹിബ്ബുക ഫില്ലാ എന്നൊരു വാക്ക്. ഞാൻ നിന്നെ റബ്ബിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്നു എന്ന് നമ്മളോടൊരാൾ പറഞ്ഞാൽ ഈമാനികമായൊരു വളർച്ച നമുക്കുണ്ടാവും. സത്യമല്ലേ? ഈമാനികമായൊരു ഉറപ്പ് നമ്മുടെ മനസ്സിൽ ഒന്നുകൂടി അൽഹംദുലില്ലാ, എൻ്റെ ദീന്, ഞാൻ ഉൾക്കൊണ്ട ദീന്, എൻ്റെ ജീവിത ശൈലി, ആ ദീൻ ഉൾക്കൊണ്ടതുകൊണ്ടാണല്ലോ മനുഷ്യനെ ഇഷ്ടപ്പെട്ടത് എന്നൊരു തോന്നൽ നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മുടെ മക്കൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മക്കളോട് എന്ത് പറയണം? നമ്മൾ കുട്ടികളെ കൊഞ്ചിക്കലുണ്ട് പേരിലല്ലേ, ഭയങ്കര സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ മക്കളോട് പറയണം എന്നാണ്. എങ്ങനെ പറയണം? എനിക്കെന്നെ ഇഷ്ടമാണെന്ന് പറയണം. ഭാര്യനോട് പറയണം എനിക്കിഷ്ടമാണ്. ആദ്യത്തെ 2 കൊല്ലമൊക്കെ പറഞ്ഞില്ലേ അല്ലേ? തുടക്കത്തിലെ 2 കൊല്ലം ഇഷ്ടം പറച്ചിൽ തന്നെ ഉള്ളായിരുന്നു. 5 കൊല്ലം കഴിഞ്ഞ് പിന്നെ പറച്ചിലില്ല. ഒന്ന് കൂടെ ഇരുന്ന് സംസാരിക്കാൻ പോലും നമുക്ക് നേരം കണ്ടെത്താൻ കഴിയണില്ല എന്നുള്ളതാണ് നമ്മളെ പരാജയം. അതന്നെയാണ് നമുക്ക് സംഭവിച്ച പ്രശ്നങ്ങളും. റസൂലുള്ളാഹി പറഞ്ഞ ഇഷ്ടം പറയണമെന്നാ. ആലോചിച്ച് സ്വന്തം ഭാര്യയെ കൂടെ ഇരുത്തിയിട്ട് എടി എനിക്കെന്നെ ഇഷ്ടാട്ടോ, ഞാൻ എന്നെ ഭയങ്കര വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഭാര്യക്ക് ഭർത്താവിനോടുള്ള സ്നേഹത്തിലും ബഹുമാനത്തിലും കരുത്തു കൂടെ ചെയ്യുക, കുറയല്ല ചെയ്യുക. വിഷയം മനസ്സിലായോ? ആ ആവേശം ഒന്ന് കൂടെ ചെയ്യുക. കുടുംബജീവിതത്തിൽ ആ ബന്ധം ഒന്നുകൂടി ഉറക്കുകയാണ് ചെയ്യുക. ഇഷ്ടം പറയുന്നത് കൊണ്ടുള്ള നേട്ടം അതാണ്. നമ്മുടെ നാട്ടിൽ ഹറാമായ ഇഷ്ടം പറയാൻ ആൾക്കാർ കുറേ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പ്രായപൂർത്തി എത്തിയ പെൺകുട്ടിയോട് ഇഷ്ടം നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മുടെ മോളോട് വാപ്പാന്റെ ഇഷ്ടം വാപ്പ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇഷ്ടം പറയാൻ കാത്തിക്കണ കുറേ ആൾക്കാരുണ്ട് പുറത്ത്. അത് കേൾക്കുമ്പോൾ അങ്ങോട്ട് പോവുക. മനസ്സിലായോ? +2 പഠിക്കുന്നൊരു പെൺകുട്ടിയെ ഡിഗ്രി +2 പഠനം കഴിഞ്ഞ് BCom പഠിക്കുക, ഒരു അന്യ മതവിഭാഗത്തിൽപ്പെട്ട, ഇപ്പം അവനാൻ്റെ മതമാണെങ്കിലും പ്രേമം തെറ്റാണല്ലോ, ഹറാമാണല്ലോ. സ്ത്രീയും അന്യപുരുഷനും തമ്മിലുള്ള ഹറാമായ ബന്ധം, ആ ബന്ധത്തിലൂടെ അവർ തമ്മിൽ ഒളിച്ചോടി പോകാൻ തീരുമാനിച്ചിട്ട് ഇവർ കൊണ്ടുവന്ന് മുന്നിലിരുത്തിയിട്ട് സംസാരിക്കുമ്പോൾ ഈ കുട്ടി പിന്നെ എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞത്, എൻ്റെ ഉമ്മ എന്നോട് നല്ലൊരു വാക്ക് പറഞ്ഞിട്ട് എത്ര ദിവസമായി എന്ന് നിങ്ങൾ ഉമ്മാനോടൊന്ന് ചോദിച്ചു നോക്കി. എൻ്റെ വാപ്പ എന്നൊന്ന് ചേർത്ത് പിടിച്ചിട്ട് എത്ര ദിവസമായി എന്ന് വാപ്പാനോടൊന്ന് ചോദിച്ചു നോക്കി. ഒരു നെറ്റിത്തടത്തിലൊരു ചുംബനം മക്കൾക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു വാപ്പാന്റെ ബാധ്യത. അവിടെയൊക്കെ ഭയങ്കര ആ ഒരു ചുംബനത്തിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അത് വാപ്പാക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പരാജയമാണ്. മനസ്സിലായോ? പുറത്ത് നിൽക്കണോന്നുണ്ട്, ഓ ചുംബനത്തിന്റെ സ്പെഷ്യലിസ്റ്റാ, അവിടെ കാത്തിരിക്കോ. മനസ്സിലായോ? ഇതിനു വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഓന് സ്വാഭാവികമായും ക്യാമ്പസുകളിൽ നിന്ന് മക്കൾക്ക് കിട്ടുന്ന ഇത്തരം സ്നേഹങ്ങൾ കാണുമ്പോൾ മക്കൾ വഴിതെറ്റിപ്പോവും. വാപ്പ ഒരിക്കലും തൻ്റെ മകളോട് പറഞ്ഞിട്ടില്ല, മോളെ എനിക്ക് നിന്നെ ഇഷ്ടാണ് കേട്ടോ, എൻ്റെ പൊന്നു മോളാട്ടോ, എനിക്ക് നിന്നെ ഇഷ്ടാണ് കേട്ടോ. നമ്മൾ പറഞ്ഞിരുന്നു 5 വയസ്സ് 6 വയസ്സ് ആ പ്രായത്തിലാവുമ്പോൾ നമ്മൾ പറയും. ആ പ്രായം കഴിഞ്ഞാലോ പിന്നെ നമ്മൾ പറയണില്ല. അള്ളാന്റെ ദീനിനു വേണ്ടി നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പരാജയമാണ് നമ്മളെ ജീവിതം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. വാപ്പ മക്കളോട്, ആൺകുട്ടികളോട് പറയണം, ഉമ്മ ആൺകുട്ടികളോട് പെൺകുട്ടികളോട് പറയണം, വാപ്പ പെൺകുട്ടികളോട് പറയണം, തൻ്റെ മക്കളോട് പറയണം എനിക്കിന്ന് ഇഷ്ടമാണ്. ഭാര്യ ഭർത്താവിനോട് പറയണം, ഭർത്താവ് ഭാര്യയോട് പറയണം, മക്കൾ മാതാപിതാക്കളോട് പറയണം. അപ്പം എന്താ ഉണ്ടാവുക? ആ ബന്ധങ്ങൾക്ക് ഒരു ഉറപ്പ്, ഒരു ഉശിര് കിട്ടും, ഒരു ഊർജം കിട്ടും. അതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഈ വാക്കുകളൊക്കെ നമ്മൾ പകർത്തുക.
നമ്മുടെ ജീവിതത്തിൽ പകയും വെറുപ്പും വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുക. ഒരു നല്ല മനസ്സ്, നല്ലൊരു പവിത്രമായ മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആവർത്തിച്ച് ചിന്തിക്കാം. സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ സ്നേഹിക്കുക എന്നതിലപ്പുറം ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് പരസ്പരം ദുആ ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ സഹോദരൻ നമ്മളോട് പറഞ്ഞിട്ടില്ല ദുആ ചെയ്യാൻ, എന്നാലും ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിച്ചവർക്ക് വേണ്ടി റസൂൽ ദുആ ചെയ്തിട്ടില്ലേ? അള്ളാഹിന്റെ റസൂലിനെ ആക്രമിച്ചവർക്ക് വേണ്ടി റസൂല് പ്രാർത്ഥിക്കുക. ജിബ്രീൽ വന്നിട്ട് ചോദിച്ചില്ലേ ത്വായിഫിൽ നിന്ന് റസൂലുള്ളാഹിനോട്, അള്ളാഹിന്റെ റസൂലെ ഈ മല രണ്ടും കൂടി ചേർത്ത് വെച്ചാൽ ഈ ത്വായിഫിലെ ജനതയെ ഞാനവിടെ നശിപ്പിക്കട്ടെ എന്ന് അള്ളാഹു ഒരു അനുവാദം തന്നാ മതി. നിങ്ങൾ പറ റബ്ബിനോട്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗഫിർ ലിഖൗമി ഇന്നഹും ലാ യഅലമൂൻ. അറിവില്ലാത്തതുകൊണ്ട് പടച്ചോനെ നീ പുറത്തു കൊടുക്കണേ. ചോര പൊട്ടിയിട്ടുണ്ട് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന്, വേദനകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഏറ്റവും വലിയ മാനസിക വേദനകൾ അനുഭവിച്ച ദിവസങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വായിഫിലെ രംഗം. എന്നിട്ടും റസൂലുള്ള പറഞ്ഞ വാക്കെന്താ? പടച്ചോനെ എന്നെ ആക്രമിച്ച ആ ജനതക്ക് നീ പുറത്തു കൊടുക്കണേന്നാണ്. ഒരാളെ നശിക്കാൻ വേണ്ടി ഒരിക്കലും നമ്മൾ ദുആ ചെയ്യരുത്. ഒരാൾ നമ്മളോട് ഉപദ്രവം ചെയ്താൽ പോലും അയാൾക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തിൽ ഇസ്ലാമിക ചരിത്രങ്ങൾ നമുക്ക് നൽകുന്ന പാഠങ്ങളൊക്കെ. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഒക്കെ നമ്മൾ മനസ്സറിഞ്ഞ് ദുആ ചെയ്യാൻ സഹോദരങ്ങളെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിച്ചു നോക്കി. നമ്മളോട് പിരിഞ്ഞു നിൽക്കുന്നവർ കുടുംബപരമായി, ആദർശ രംഗങ്ങളിൽ, അതേപോലെ തന്നെ ഒരു ദഅ്വാ പ്രവർത്തനത്തിൻ്റെ രീതികളിൽ, അയൽപക്ക ബന്ധങ്ങളിൽ, ഇവിടെയൊക്കെ വിള്ളലുകൾ ഒരുപാട് സംഭവിക്കും. ഈ വിള്ളലുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ അടുക്കാൻ വേണ്ടി എന്തെങ്കിലും നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു ദുആ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകടമാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ മാർഗത്തിലാണ് നമ്മുടെ ഖൽബിനെ അടിയുറപ്പിച്ച് നിർത്തിയിട്ടുള്ളത് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ ആവണം നമ്മുടെ ജീവിതം. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് പ്രാർത്ഥിക്കുക. ആലോചിച്ചോക്കെ, ഇങ്ങനെ പ്രാർത്ഥിക്കുക. തൻ്റെ സുഹൃത്തിന് വേണ്ടി ദുആ ചെയ്യുക, മഹല്ലത്തിലെ തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന നോക്കി നിങ്ങൾ. ഇബ്രാഹിം നബി ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, തൻ്റെ നാടിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. നാട്ടിൽ കൃത്യമായ റിസ്ക് ഉണ്ടാകാൻ വേണ്ടി, ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് റിസ്ക് കിട്ടാൻ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയിലൂടെയും പുറത്തേക്ക് വരണം. പ്രാർത്ഥനയിലൂടെ തൻ്റെ സഹോദരനറിയാതെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലൊരു മനസ്സ് നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാം. ഇങ്ങനെയൊക്കെ ജീവിതം ഒന്ന് കൃത്യമായി ആലോചിച്ച് ചിന്തിച്ച് സഹോദരങ്ങളെ പരസ്പരം ദുആ ചെയ്ത് സ്നേഹിച്ച് ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെയാണ് ജീവിതത്തിന് ഏറ്റവും വലിയ ഖൈർ. ഇവിടെ എന്താ അറിയുമോ, ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈഗോ കയറിക്കൂടും. തെറ്റിക്കഴിഞ്ഞാൽ റസൂൽ പറഞ്ഞില്ല 3 ദിവസത്തിനപ്പുറത്ത് നിങ്ങൾ തെറ്റി നടക്കരുത്. 3-ാമത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? ആ തമാശക്ക് പറഞ്ഞ വാക്കാണ് അത് പിന്നെന്തായി? പകയായി മാറി. പിന്നെ പരസ്പരം കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയായി. പിന്നെ 10 കൊല്ലം കഴിഞ്ഞിട്ട് രണ്ടാളുകൾ ഇരുന്നിട്ട് മസ്ലഹത്ത് നടത്തുമ്പോൾ പോലും ചിന്തിക്കുന്ന ഇത്രയും കാലം ഇങ്ങനെ നടന്നിട്ട് ഇനിയിപ്പോൾ അവനോട് എങ്ങനെ പോയി സലാം പറയാം. ശൈത്താൻ നമ്മളെ മനസ്സിൽ ശരിക്കങ്ങട് കൂടി പിടിച്ചു കെട്ടിയ സംഭവമാണത്. അതുകൊണ്ട് അത്തരം ചിന്തകളിലേക്ക് നമ്മൾ പോയിക്കൂടാ. ആരാണോ ആദ്യം താഴ്ന്നു കൊടുക്കുന്നത് അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കൂടുതലാണ്. അതുകൊണ്ട് എല്ലാ അറപ്പും വെറുപ്പും വിദ്വേഷങ്ങളും പകയൊക്കെ മാറ്റി അള്ളാഹ്ക്ക് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുന്ന നല്ല മനസ്സിൻ്റെ ഉടമകളായി മാറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അത്തരക്കാരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തിരുന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികൾ, റസൂലുള്ളാഹിൻ്റെ കൂടെയുള്ള സ്വഹാബികളാകട്ടെ അല്ലാത്തവരാകട്ടെ, റസൂലിനെ കണ്ട് ജീവിച്ച സ്വഹാബികൾക്കൊക്കെ തോന്നിയിരുന്നൊരു തോന്നലുണ്ട്. ആ തോന്നൽ എന്താണെന്നറിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. കഴിഞ്ഞൊരു ക്ലാസ്സിൽ എന്ത്,
എല്ലാ സ്വഹാബികളുടെക്കും അനുഭവപ്പെട്ടൊരു സംഭവമാണ്, റസൂലുള്ളാഹിക്ക് എന്നോട് കൂടുതൽ ഇഷ്ടമുണ്ട്, എന്നോട് കൂടുതൽ ഇഷ്ടമാണെന്ന് എല്ലാ സ്വഹാബികൾക്കും തോന്നുമായിരുന്നു. അത് ആ പെരുമാറ്റത്തിൻ്റെ മഹിമ, ആ പെരുമാറ്റത്തിൻ്റെ മഹത്വമാണ്. ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിരുന്ന ശൈലിയുടെ മഹത്വമാണ് അല്ലേ. ശത്രുക്കൾക്ക് വരെ അനുഭവപ്പെട്ടിട്ടില്ലേ സഹോദരങ്ങളെ? ശത്രുക്കൾക്ക് വരെ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ പഠിച്ചാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ രണ്ട് സ്വഹാബികൾ തമ്മിൽ തർക്കിക്കാൻ, എന്നോടാണ് റസൂലിന് കൂടുതൽ ഇഷ്ടം, മറ്റേ സ്വഹാബികളാണ് അല്ല എന്നോടാണ് ഇഷ്ടം. അള്ളാഹു റസൂലിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിക്കാൻ തീരുമാനിച്ച്, നമുക്ക് ചോദിച്ചു നോക്കാം ആരോടാണ് റസൂലിന് കൂടുതൽ ഇഷ്ടമെന്ന്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ഈ സ്വഹാബി ചോദിച്ചു, റസൂലെ നിങ്ങൾക്ക് ആരെയാണ് നബിയെ ഞങ്ങളുടെ കൂട്ടത്തിൽ, സ്വഹാബികളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷാനെ. റസൂലെ പിന്നെ ആരെയാണ്? ആയിഷാൻ്റെ വാപ്പ അബൂബക്കറിനെയാണ്. റസൂലെ പിന്നെ ആരെയാണ്? എൻ്റെ ഉമറിനെയാണ്. അള്ളാഹു റസൂൽ ഇങ്ങനെ ഓരോ സ്വഹാബികളുടെ പേര് പറയും. ഈ സ്വഹാബിൻ്റെ പേര് വരുന്നേയില്ല. സ്വഹാബികൾ പറയുകയാണ്, ഈ സ്വഹാബി ചോദ്യം നിർത്തി. ഏത്? നീ അതിൻ്റെ അപ്പുറത്തേക്ക് ചോദിച്ചാൽ ഈ പേര് കിട്ടൂല. അപ്പൊ ഇനി നിന്റെ പേര് റസൂൽ പറഞ്ഞില്ലെങ്കിലോ എന്ന് കരുതി ആ പേര് വിളി അവിടെ നിർത്തി. പക്ഷെ ആ സ്വഹാബിക്ക് മനസ്സിൽ എന്ത് തോന്നിയിട്ടുണ്ട്? എന്നോടാണ് എൻ്റെ റസൂലിന് കൂടുതൽ ഇഷ്ടം. ഇത് എല്ലാ സ്വഹാബികൾക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. ആ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചത് ഖുലുഖുൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു. ആ ഖുർആനാണ് നമ്മുടെ സ്വഭാവം എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെയാണ് വിജയമുള്ളത്, അവിടെയാണ് രക്ഷയുള്ളത്. ആലോചിച്ച് നോക്കി, ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. ദേഷ്യം വരുമ്പോൾ മൗനം പാലിക്കുന്നവർക്ക് വിജയമുണ്ട്. റസൂൽ പറഞ്ഞത് ലാ തഗ്ളബ്, നീ കോപിക്കരുത്, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുക, സ്വഹാബികൾ ഇരിക്കുന്ന അബൂബക്കർ സിദ്ദീഖിന്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ഒരു അറാബി, ഒരു മനുഷ്യൻ കയറി വന്നിട്ട് അബൂബക്കറിനെ പൊളിച്ച ചീത്ത. മിണ്ടിയില്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു, മിണ്ടാതിരുന്നു. അയാൾ പിന്നെയും ചീത്ത പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മിണ്ടിയില്ല. മൂന്നാമത്തെ തവണയും ചീത്ത പറഞ്ഞു. അപ്പോഴും മൗനം പാലിച്ചു. റസൂൽ അവിടെ അടക്കിയിരുന്നു. ആലോചിച്ച് നോക്കി, നാലാമത്തെ പ്രാവശ്യം വന്ന് വിളിച്ച തെറി വിളിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നിട്ട് പ്രതികരിച്ചപ്പോൾ റസൂൽ അവിടെ നിന്ന് എണീറ്റ് പോയി. അള്ളാഹു റസൂൽ ഇരിക്കുന്നിടന്ന് എണീറ്റ് പോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹു വലിയ വിഷമം തോന്നി. ഞാൻ എണീറ്റപ്പോൾ എൻ്റെ റസൂൽ അങ്ങനെ പോയത്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ഓടി ചെന്നിട്ട് ചോദിച്ചു, റസൂലെ ആ മനുഷ്യൻ എന്നെ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ റസൂലെ? ഞാൻ എഴുന്നേറ്റ് അദ്ദേഹത്തോട് പ്രതികരിച്ച് നല്ല ശൈലിയിൽ ഞാൻ പ്രതികരിച്ചു തുടങ്ങിയപ്പോഴേക്ക് നിങ്ങൾ എന്തേ റസൂലെ പോയതെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയാൾ നിന്നെ ചീത്ത പറഞ്ഞു, നീ ക്ഷമിച്ചു. രണ്ടാമതും ചീത്ത പറഞ്ഞു, നീ ക്ഷമിച്ചു. മൂന്നാമതും ചീത്ത പറഞ്ഞു, ക്ഷമിച്ചു. വീണ്ടും അയാൾ പറഞ്ഞപ്പോൾ നീ പ്രതികരിച്ചു. അപ്പോൾ മലക്കുകൾ അവിടെ നിന്ന് പോയി, ഞാനും അവിടെ നിന്ന് പോയി എന്നാണ്. ആ മലക്കുകൾ അവിടെ നിന്ന് പോയപ്പോൾ പിന്നെ ഞാനും അവിടെ നിന്ന് പോയി എന്നാണ്. അപ്പോൾ ക്ഷമ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ കൂടെ മലക്കുകളുണ്ട്, നമ്മുടെ കൂടെ അള്ളാഹിൻ്റെ സഹായമുണ്ട് എന്ന് തിരിച്ചറിയാനുള്ളൊരു കഴിവ് നമുക്കുണ്ടാവണം. അത് നമ്മുടെ കുടുംബരംഗത്തായാലും നമ്മുടെ കച്ചവട മേഖലയിലായാലും നമ്മുടെ സൗഹൃദ പരസ്പരം നമ്മുടെ മഹല്ലിലാവട്ടെ പള്ളികളിലാവട്ടെ പരസ്പരം ഇടപഴകുന്നിടത്തായാലും എല്ലായിടത്തും സുബറിൻ്റെ ആളുകൾക്ക് വിജയമാണ്. സുബറിൻ്റെ ആളുകൾക്ക് വിജയമാണ്. അപ്പോഴാണ് നമ്മളെപ്പോഴും പറയില്ലേ, രണ്ട് കൈയും കൊട്ടിയാലേ ശബ്ദം കേൾക്കുള്ളൂ, ഒരു കൈ കൊട്ടിയാൽ ശബ്ദം കേൾക്കൂല എന്ന്. അപ്പോൾ ഒരു കൈ ഒരാൾക്ക് ദേഷ്യം വന്നാൽ അയാൾ ദേഷ്യപ്പെട്ട് കുറച്ച് കഴിഞ്ഞാൽ അയാൾ സോഫ്റ്റ് ആവും. സ്വാഭാവികമായും മൗനം പാലിച്ചാൽ പിന്നെ അപ്പുറത്ത് സംഭവിക്കുന്ന അയാൾ തണുക്കുക ചെയ്യുക. ആ തണുപ്പിന് വേണ്ടി നമ്മളൊന്ന് സുബറോട് കൂടി നിന്നാൽ ആ സ്നേഹബന്ധം ഒരിക്കലും അറുത്തു പോകൂല, വിട്ടകന്നു പോകൂല. മനുഷ്യന്മാരുടെ പരസ്പര സ്നേഹം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഒറ്റ ഹദീസ് കൂടി പറഞ്ഞാൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസ്, നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാനുള്ളൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. റസൂലുള്ളാഹി പറയാം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ മുഅ്മിനാവാതെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു, നിങ്ങൾക്ക് മുഅ്മിനാവാനും കഴിയില്ല. ഹത്താ തഹാബ്ബു,
നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾക്ക് മുഅ്മിനാവാനും കഴിയില്ല. മുഅ്മിനീങ്ങൾക്കാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. മുഅ്മിനാവാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾക്ക് മുഅ്മിനാവാനും സാധ്യമല്ല. പരസ്പരം സ്നേഹിക്കാതെ മുഅ്മിനാവാനും സാധ്യമല്ല. മുസ്ലിമീങ്ങൾ പരസ്പര ബന്ധങ്ങൾ അവർ തമ്മിലുള്ളൊരു സ്നേഹമുണ്ട്, ആദർശത്തിന്റെ പേരിലുള്ളൊരു സ്നേഹമുണ്ട്. ആ സ്നേഹം നിലനിർത്തി കൊണ്ടുപോകാൻ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂ, നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാനുള്ളൊരു നല്ല മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഈ സ്വർഗം നേടാനും ഈമാനികമായി മുന്നേറാനും നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ കുറച്ചു വെക്കാനും ഉറപ്പിക്കാനും പറ്റുന്നൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സ്വഹാബത്തിനോട് പറയാണ്, അഫ്ശുസ്സലാമ ബൈനകും, നിങ്ങൾ പരസ്പരം സലാമിനെ വർദ്ധിപ്പിക്കണം. കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയാ. തെറ്റിപ്പിരിഞ്ഞ ബന്ധങ്ങൾ കാണുമ്പോൾ ഒന്ന് അടുത്തേക്ക് ചേർത്തുടിച്ചിട്ടൊന്ന് സലാം പറഞ്ഞു നോക്കി, ഒരു നനവ് തട്ടും. ഒരു നനവ് ഏതുപോലെ? ഒരു 250 ഉറുപ്പിക കൊടുത്ത് ഒരു റോസാ ചെടി വാങ്ങി പെരയിൽ, ആ ചെടി ഒക്കെ വാങ്ങി വെള്ളം ഒഴിച്ച് അതിനെ ഉഷാറാക്കി കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ വെക്കേഷൻ സമയം വന്നപ്പോൾ ഒരു 10 ദിവസത്തെ ഒരു യാത്ര, വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഒരു യാത്ര പോയി. യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആ റോസാ ചെടിയിൽ 250 ഉറുപ്പിക എടുത്ത് വാങ്ങി ആ ചെടി ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞ് നിൽക്കുന്നുണ്ട്, വെള്ളമൊന്നും കിട്ടാതെ. അപ്പോൾ മോള് വാപ്പാനോട് പറഞ്ഞു, വാപ്പ ഈ ചെടിയാകെ ഉണങ്ങിപ്പോയല്ലോ. വാപ്പ പറഞ്ഞു, ഇത്തിരി വെള്ളം ഇക്കണ്ട് ഒഴിച്ചു കൊടുത്ത് നോക്കും, ചിലപ്പോൾ വരും, വേര് ഉണങ്ങിയിട്ടുണ്ടാവില്ല. ആ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് രാവിലെ എണീറ്റപ്പോൾ ഒരു പച്ച കളർ ഇങ്ങനെ തിളർത്തു വന്നിട്ടുണ്ട് അല്ലേ? അപ്പം എന്താ പറയാ, ഉപ്പച്ചി അത് ഉണങ്ങിപ്പോയിട്ടില്ല, അതിമൊരു പച്ച ഇല വരുന്നുണ്ട് എന്ന് മോള് പറയുമ്പോൾ ആ ഒരു സമയത്ത് ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന സുഖം എത്രയാണ്? അതിനേക്കാളൊക്കെ 10 മടങ്ങ് സുഖം കിട്ടും സഹോദരങ്ങളെ. 5 കൊല്ലം 6 കൊല്ലമൊക്കെ ആയിട്ട് തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്ന ആളുകളൊന്ന് കാണുമ്പോൾ ഒന്ന് കൈപിടിച്ച് സലാം പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നനവ്, കൽബിലേക്ക് തട്ടുന്നൊരു നനവ്, ആ നനവിലൂടെ നമുക്ക് വിജയം കണ്ടെത്താൻ പറ്റും. അല്ലാഹ് നിങ്ങൾ വെറുക്കണം എന്നല്ല പറഞ്ഞത്, നിങ്ങൾ അകലണം അന്ന് അല്ലാഹ് എവിടെയും പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ സ്നേഹിക്കണം, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിങ്ങൾ സ്നേഹിക്കണം എന്നാണ്. അതിൻ്റെ മഹിമയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത ഹദീസുകളിലൂടെ അല്ലാഹു നമ്മളെ ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് സലാമിനെ വ്യാപിപ്പിക്കണം. ചില ആൾക്കാർ പെരി കയറി ചെല്ലുമ്പോൾ സലാം പറയില്ല. പെരീക്കണ് കയറി ചെല്ലുക, വാതിലാണ് തുറന്നത്, ചോറായാന്ന് ചോദിച്ചു. ചോറും ചായ ഉണ്ടാക്കാനുള്ളൊരു ജന്തു പെരിയിൽ, ചോറും ചായയൊക്കെ പിന്നെ ഉണ്ടാക്കാം. കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും എന്നൊരു വർത്താനം. ഭാര്യ എന്നുള്ളത് ചോറുണ്ടാക്കാനും ചായ ഉണ്ടാക്കാനും വേണ്ടി മാത്രമുള്ളൊരു സാധനമല്ല എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം. നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ എങ്ങനെ സ്വീകരിക്കണം, പോകുമ്പോൾ ചിലപ്പോൾ അതാവൂല അവിടുത്തെ കോലം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പൊട്ടിത്തെറിക്കാൻ ഭാര്യ വീട്ടിലെ പണിയൊന്നും തീരാത്തതിൻ്റെ ടെൻഷൻ ഓർക്കുണ്ടാവും. സ്വാഭാവികമായിട്ടും അവിടുന്ന് അതേ പ്രതികരണമായിരിക്കും തിരിച്ച് ഇങ്ങോട്ടും വരിക. പിന്നെ ഇവിടുത്തെ കഥ പറയാണ്ടോ? ഇല്ല. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ കയറി ചെല്ലുമ്പോൾ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അസ്സലാമു അലൈക്കും ഒരു സലാം പറയാം. വഅലൈക്കും അസ്സലാം. വാപ്പാനെ കാണുമ്പോൾ മക്കൾ സലാം പറയാം, മക്കളെ കാണുമ്പോൾ വാപ്പ സലാം പറയാം, ഉമ്മ സലാം പറയാം. പരസ്പരം റൂമിലേക്ക് കയറുമ്പോൾ സലാം പറയാം. ഒരു മറവിങ്ങനെ കഴിഞ്ഞിട്ട് അപ്പുറത്ത് കൂടെ വരുമ്പോൾ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയാം. എന്ത് രസമാണ് ആ ജീവിതം, എന്ത് സുഖമാണ് ആ ജീവിതം, എന്ത് സ്നേഹമാണ് അവരുടെ കൽബിലേക്ക് അല്ലാഹു നൽകുന്നത്. സഹോദരങ്ങളെ, ആ സ്നേഹബന്ധങ്ങളൊക്കെ ഊട്ടി ഉറപ്പിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ മക്കൾ വഴിതെറ്റൂല, നമ്മുടെ കുടുംബം നമ്മളിൽ നിന്ന് അകന്നു പോകൂല, നമ്മുടെ ആദർശ ബന്ധുക്കൾ നമ്മളിൽ നിന്ന് അകന്നു പോകൂല. എല്ലാവരും ചേർത്ത് വെക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുക, വെറുപ്പ് ഒഴിവാക്കുക, കൽബിനെ നന്നാക്കുക. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ സ്നേഹമുണ്ടെങ്കിൽ, അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ഇഷ്ടമുണ്ടെങ്കിൽ അത് പറയാൻ നമ്മൾ മടിക്കരുത്. പറയുക, ആ കൂലി നമ്മൾ നേടിയെടുക്കുക. മക്കളോട്, മക്കളെ നിന്നെനിക്ക് ഇഷ്ടമാണടാ എന്ന് കുട്ടിയോട് പറയുക, ഭാര്യ ഭർത്താവിനോട് പറയുക, ഭർത്താവ് ഭാര്യയോട് പറയുക, മക്കൾ മാതാപിതാക്കളോട് പറയുക. ഇങ്ങനെ പരസ്പരം സ്നേഹിച്ചും ഇണങ്ങിച്ചേർന്നും സലാം പറഞ്ഞും ഒക്കെ ജീവിതം ഇങ്ങനെ കെട്ടിപ്പടുക്കുമ്പോൾ ഒരു നല്ല വൃത്തിയുള്ള, ഒരു വെടുപ്പുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയുമെന്നൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും ഈ നന്മ നിറഞ്ഞ ഒരു ജീവിത ശൈലി ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കി, നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്നവർക്ക് മുത്തുകൾ കൊണ്ടുള്ള മിമ്പറുകളാണ് സ്വർഗത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ആ മുത്തുകൾ കൊണ്ടുള്ള മിമ്പറുകൾ കൊടുക്കണമെങ്കിൽ അവർക്ക് അള്ളാഹു കൊടുത്ത ദറജ എത്രയും.
ആ ഉയർച്ച എത്രേ. തൗഹീദുണ്ട്, ഇബാദത്ത് അവർ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇത്തരം കാര്യങ്ങളിലും അവർ സൂക്ഷ്മത പാലിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പരലോകം വെളിച്ചമുള്ളതാണ്. അള്ളാഹുർക്ക് പ്രകാശം നൽകും. അള്ളാഹു ആ പ്രകാശം ലഭിക്കുന്ന കൂട്ടത്തിൽ നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ പരസ്പരം അന്വേഷിക്കാൻ, ഞാൻ വിട്ടുപോയൊരു സംഭവം, പരസ്പരം അന്വേഷിക്കും. ഒരു പെരുന്നാൾ വരിക, ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് സ്വകാര്യമായിട്ടൊന്ന് വിളിച്ചിട്ട് എന്താണ് വീട്ടിലൊക്കെ അവസ്ഥ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക. നല്ലതാണ്. നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലേ, വേറൊരാളോട് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സഹായമൊക്കെ വാങ്ങിക്കൊടുക്കാൻ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗം, അല്ലേ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈദ് കിസ്വ നടക്കുന്നുണ്ട്. ഈദ് കിസ്വ എന്നൊരു സംഭവം, ഒരു 1300 രൂപ ഒരു കുട്ടിയുടെ. നമ്മൾ ആലോചിച്ച് നോക്കി, എത്രയോ മക്കൾ, നമ്മുടെ മക്കളൊക്കെ ഒരു പുത്തനുടുപ്പ് ധരിച്ചിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അതൊന്നും ഇല്ലാത്ത കുറേ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഒന്ന് പറഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഒരു ഇപ്പോൾ ഒരാൾക്ക് കഴിയില്ലെങ്കിൽ ഒരു രണ്ടാൾ കൂടിയിട്ടൊരു കുട്ടിക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ നടക്കൂലേ? നടക്കും. പക്ഷേ അവിടെയൊക്കെ ഉണ്ടാവും എന്താറിയോ, ഇത്തരം പരിഗണനകളും ചേർത്ത് വെക്കലും ചേർത്ത് പിടിക്കലൊക്കെ ഇതിലൂടെ സംഭവിക്കുന്നു എന്നതാണ്. എത്ര മക്കളാണ് നമ്മുടെ ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഡ്രസ്സിനുള്ള പൈസ കൊണ്ടുപോയി കയ്യിൽ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന കടയിൽ പോയി നിങ്ങൾ വാങ്ങണമെന്ന് പറയുമ്പോൾ ചില ഉമ്മമാരുടെയും ചില ആളുകളുടെയും കണ്ണുകൾ നിറയുന്നത് കാണുമ്പോൾ സഹോദരങ്ങളെ മനസ്സ് പിടക്കാറില്ലേ നമുക്ക്? ഇല്ലേ? അപ്പോൾ പരസ്പരം ഒന്ന് അന്വേഷിക്കുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അന്വേഷിക്കുക. എന്താ വീട്ടിലെ അവസ്ഥ ഒക്കെ അന്വേഷിക്കുക. ഒരു പെരുന്നാളാണ് വരുന്നത്, ആരുടെ വീട്ടിലും അടുപ്പ് കത്താത്ത സാഹചര്യം ഉണ്ടാവരുത്. ആരുടെ വീട്ടിലും പുത്തനുടുപ്പുകൾ ധരിക്കാത്ത സാഹചര്യം ഉണ്ടാവരുത്. ഈ അവസാനത്തെ 10 നമുക്ക് ചെയ്യാനുള്ള ഇബാദത്തുകൾ ഇതൊക്കെ ആണെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളി, ഈ മഹല്ലത്ത് ഇതിനൊക്കെ കെട്ടുറപ്പോടുകൂടി നിലനിർത്തി കൊണ്ടുവരാൻ സാമ്പത്തികമായി ഇതിന് വലിയ ചിലവുകളുണ്ട്. ആ ചിലവിലേക്കൊക്കെ നമ്മുടെയൊക്കെ വിഹിതങ്ങൾ എത്തിച്ചു കൊടുക്കുക. സക്കാത്തിൻ്റെ അവകാശികൾക്ക് സക്കാത്തൊക്കെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുക. സ്വതക്കകളൊക്കെ നമ്മുടെ സ്ഥാപനത്തിന്, ഇവിടെ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പരമാവധി ചിലവഴിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ അതൊക്കെ വലിയ പ്രതിഫലമാണ് അള്ളാൻ്റെ കോടതിയിൽ. നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം കൊണ്ട് ഒരാളുടെ മനസ്സിൽ കൂടുതൽ നമ്മളെക്കുറിച്ചുള്ള മതിപ്പും ബഹുമാനവും സ്നേഹവും വർദ്ധിക്കുമെങ്കിൽ ആ ചോദ്യം നമുക്ക് അനിവാര്യമാണെന്ന് തിരിച്ചറിയാം. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും ഇത്തരം ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മനസ്സിൻ്റെ ഉള്ളിൽ എവിടെങ്കിലും കോണുകളിൽ വെറുപ്പും വിദ്വേഷവും പരസ്പരം തൻ്റെ സഹോദരങ്ങളെക്കുറിച്ചുണ്ടെങ്കിൽ അള്ളാഹു അത് നമ്മളിൽ നിന്ന് മായ്ച്ചു കളയുമാറാവട്ടെ. ആ ദുഷിച്ച ചിന്തകൾ അള്ളാഹു നമ്മുടെ കൽബിൽ നിന്ന് എടുത്ത് കളയുമാറാവട്ടെ. ഈമാനും ഇഖ്ലാസും നിറഞ്ഞു നിൽക്കുന്ന നല്ല കൽബ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സലാമത്തിനെ, സമാധാനത്തിനെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.